13 വയസ്സിൽ റേപ്പ് ചെയ്യപ്പെടുക എന്ന് വെച്ചാൽ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ റേപ്പ് ചെയ്യപ്പെടുക. ഈ മയിൽപ്പീലിയൊക്കെ ബുക്കി വെച്ചുകൊണ്ട് നടന്നാൽ പ്രസവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രായം. ഈ പ്രായത്തിൽ റേപ്പ് ചെയ്യപ്പെട്ടാൽ റേപ്പിസ്റ്റിന്റെ കയ്യിൽ ഈ കുട്ടിയുടെ വീഡിയോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കൊന്നു കളയുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയാലോ ഈ കുട്ടി പീഡന വിവരം പുറത്തു പറയാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. 8ഉം 10ഉം വയസ്സുള്ള 2 കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട് മരിച്ച വാളയാർ കേസിൽ CBI ഇപ്പോൾ ആ കുട്ടിയുടെ അച്ഛനമ്മമാരെ പ്രതി ചേർത്തിട്ടുണ്ട്. ഈ കുട്ടികൾ തങ്ങൾക്കറിയാവുന്ന പലരോടും പല മാമന്മാരെ കുറിച്ചും ഈ മാമന്മാരെ പേടിയാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും ഈ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇൻ ദ സെൻസ് ആരും ഈ കുട്ടികൾക്ക് ഒരു നിയമസഹായം എത്തിച്ചു കൊടുക്കാൻ തയ്യാറായില്ല, അധ്യാപകർ പോലും എന്നാണ് എൻ്റെ അറിവ്. ഈ കുട്ടികൾ മരിക്കേണ്ടി വന്നു, പലരും തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ പോലും. ഇതുപോലെ പല പ്രമുഖർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കേസാണ് വിതുര കേസ്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയോട് അയൽക്കാരിയായ അജിത ബീഗം പറഞ്ഞു, നിനക്ക് ഞാൻ ജോലി വാങ്ങിച്ചു തരാം. ഈ കുട്ടിയുടെ വീട്ടിലാണെങ്കിൽ അച്ഛൻ ആൽക്കഹോളിക് ആണ്, വീട്ടിൽ മുഴുവൻ പട്ടിണിയാണ്, ചോറെന്ന് പറയുന്ന ഒരു സാധനം ഈ കുട്ടീൻ്റെ വീട്ടിലില്ല, പലപ്പോഴും കപ്പക്കിഴങ്ങാണ് കഴിക്കാൻ കിട്ടാറ്. ഈ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയോട് അജിത ബീഗം പറയുന്നു, നീ നിന്റെ അമ്മയോട് ഇപ്പോൾ പറയണ്ട, നീ കൊച്ചു കുട്ടിയായിട്ട് ജോലിക്ക് പോകാൻ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല. കൊച്ചിയുടെ ഒരു വീട്ടിൽ നിനക്ക് സെർവൻ്റ് ആയിട്ട് ജോലി വാങ്ങിത്തരാം. അവിടെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ 3 നേരം സുഭിക്ഷമായി കഴിക്കാൻ കിട്ടും. ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ വീട്ടിലേക്ക് അയച്ചു കൊടുത്താൽ നീ പറയാതെ പോയി എന്നുള്ളതിന്റെ വഴക്ക് നിന്റെ വീട്ടുകാർക്ക് മാറും. ഇത് വിശ്വസിച്ചാണ് 15 വയസ്സുള്ള ഈ കുട്ടി അയൽക്കാരിയോടൊപ്പം ഇറങ്ങിത്തിരിക്കുന്നത്. ഈ കുട്ടി ചെന്ന് പെട്ടത് വലിയൊരു സെക്സ് റാക്കറ്റിലാണ്. എങ്ങനെയാണ് ഈ കുട്ടി സെക്സ് റാക്കറ്റിൽ ചെന്ന് പെട്ടത്? പലപ്പോഴും നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ പാഴാക്കി കളയുന്നത് ചോറ് കഴിക്കാൻ, 3 നേരം ആഹാരം കഴിക്കാൻ. പിന്നീട് പ്രോസ്റ്റിറ്റ്യൂഷനിൽ 16 വയസ്സിൽ ഈ കുട്ടി പിടിക്കപ്പെടുമ്പോൾ വീട്ടുകാരോടൊപ്പം പോകാൻ ഈ കുട്ടി തയ്യാറായിരുന്നില്ല. അന്ന് കോടതിയിൽ പോലും ഈ കുട്ടിക്ക് വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനമ്മമാർ ഹാജരായിരുന്നു. അഡ്വക്കേറ്റ് സുബലക്ഷ്മി മാഡവും കമ്മീഷണറായിരുന്ന സെൻകുമാർ IPSും കാരണമാണ് ഇങ്ങനെ ഒരു വലിയ കേസ് പോലും അന്ന് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. കേസ് ഫയലായിട്ട് പോലും കുട്ടി പറയുന്നത് ഈ സെക്സ് റാക്കറ്റിലെ പ്രധാന പിമ്പായ സുരേഷിന്റെ കൂടെ കുട്ടി പൊയ്ക്കോളാം എന്നാണ്. അന്ന് അഡ്വക്കേറ്റ് സുബലക്ഷ്മി മാഡം ഈ കുട്ടിയോട് നീ ആരെയാണ് പേടിക്കുന്നതെന്ന് ചോദിക്കും. ഈ കുട്ടി പറയുന്നുണ്ട്, എന്നെ കൊന്നുകളയും, എന്റെ അച്ഛനും അമ്മയും കൊന്നുകളയും, എന്റെ ചെറുതിനെ, അതായത് എന്റെ അനിയത്തിനെ എന്നെ പോലെ ആക്കും, അവരത് ചെയ്യും. അപ്പൊ സുബലക്ഷ്മി മാഡം ഈ കുട്ടീനോട് പറയുന്നുണ്ട്, ഇത് വെള്ളരിക്കാ പട്ടണമൊന്നുമല്ല, നിന്നെ ആരും ഒന്നും ചെയ്യില്ല, നീ പേടിക്കേണ്ടാണ്. പക്ഷെ അതേ സുബലക്ഷ്മി മാഡം തന്നെ പിന്നീട് തിരുത്തി പറഞ്ഞു, ഇത് വെള്ളരിക്ക പട്ടണമാണ്. കാരണം സ്റ്റേറ്റിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് നേരെ 3 തവണയാണ് വധശ്രമം ഉണ്ടായത്. വിതുര കേസിൽ പിന്നീട് ഈ കുട്ടിയിൽ നിന്ന് പ്രതികളുടെ ഡീറ്റെയിൽസ് അറിഞ്ഞപ്പോഴാണ് പലരും ഞെട്ടിയത്. കാരണം ഈ കുട്ടീനെ സഹായിക്കാൻ നിൽക്കുന്ന പോലീസുകാരെക്കാളും വലിയ പോലീസ് മാമന്മാരൊക്കെ പ്രതികളുടെ ലിസ്റ്റിലുണ്ട്. നിയമ സംവിധാനത്തിലെ വലിയ ഉന്നതരുണ്ട്, വലിയ ബിസിനസ്സുകാരുണ്ട്. ഈ കുട്ടീനെ ആദ്യം പീഡിപ്പിക്കുന്ന ആള് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊച്ചിയിൽ വന്ന് 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചിട്ട് തിരിച്ച് അന്നേ ദിവസം ഫ്ലൈറ്റിൽ കയറി വിദേശത്തേക്ക് പോയ വ്യക്തിയാണ്. അത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരുന്നത്. ഈ കേസിൽ ഈ കുട്ടിയോടൊപ്പം നിന്നവർക്കോ അല്ലെങ്കിൽ ഈ വാർത്ത കണ്ടവർക്കോ അറിയില്ലെങ്കിൽ പോലും ഈ കുട്ടിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു എത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചതെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടി പേര് പറയാൻ പോലും പേടിച്ചത്, ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും പേടിച്ചത്. വീണ്ടും തന്റെ പ്രൈവറ്റ് പാർട്സിനെ കത്തിവെച്ച് മുറിച്ചിട്ടില്ല, തന്റെ കൈ ഒടിച്ചിട്ടില്ല, വളരെ ക്രൂരമായ പീഡനങ്ങൾ നേരിട്ടിട്ടില്ല, അതേ അവസ്ഥയിലേക്ക് തിരിച്ചു പൊയ്ക്കോളാം എന്ന് ഈ കുട്ടി പറഞ്ഞത്. ഈ 2 കേസിലെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് ഇന്ന് കേരളത്തിലുള്ളവർക്ക് അറിയാം. എന്നിട്ടും ഒരു 13 വയസ്സുള്ള ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അതിനെ സ്ലട്ട് ഷെയിം ചെയ്യാൻ നടക്കുകയാണ്. ഈ സ്ലട്ട് ഷെയിം ചെയ്യുന്നവരിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. നമുക്കിപ്പോഴും ഈ കേസിനെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും അറിയത്തില്ല. ഇതിൽ ആരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇത് പുറത്തു പറയാനുള്ള സാഹചര്യം ഉണ്ടാകാതിരുന്നത്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്കിപ്പോഴും അറിയത്തില്ല. പക്ഷെ അപ്പോഴേക്കും ആ കുട്ടീനെ ക്രൂശിക്കാൻ, ആ കുട്ടീനെ സ്ലട്ട് ഷെയിം ചെയ്യാൻ മത്സരിക്കുകയാണ് കമന്റ് സെക്ഷനിൽ. അപ്പോഴും ആരും ചോദിക്കുന്നില്ല, ഈ 13 വയസ്സുള്ള 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയെ പീഡിപ്പിക്കാൻ നിനക്കൊക്കെ എങ്ങനെ തോന്നിയെന്ന്.